ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്തുള്ള മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് പാമ്പനാൽ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. ആ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നതിനായിട്ട് പാലായിൽ നിന്ന് തൊടുപുഴ റൂട്ടിൽ ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മാനത്തൂർ എന്ന സ്ഥലത്തെത്താം. മാനത്തൂരിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഒരു 2.5 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. ഈ കാണുന്നതാണ് പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി. റബ്ബർ എസ്റ്റേറ്റിൽ കൂടെയൊക്കെയുള്ള വഴികളൊക്കെയാണ്. വഴി വലിയ മോശമില്ല, എന്തായാലും ടാറിങ് ഒന്നുമില്ല, കോൺക്രീറ്റിംഗ് ഒക്കെയാണ്. ബൈക്കിനും കാറിനും ഒക്കെ വെള്ളച്ചാട്ടത്തിന് അടുത്ത് വരെയൊക്കെ എത്തിച്ചേരാൻ സാധിക്കും. ഇത് അറിയപ്പെടുന്ന വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. കുറേ കാലമായി പ്രദേശവാസികൾക്ക് മാത്രം അറിയാവുന്ന ഒരു വെള്ളച്ചാട്ടമായിരുന്നു. വെള്ളച്ചാട്ടത്തിന് ഏതാണ്ട് അടുത്ത് ഞാൻ എത്തി. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഇരമ്പൽ കേൾക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് കുറച്ച് ഒരു 100 മീറ്റർ കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാം. അങ്ങനെ ഗായ്സ്, ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വെള്ളച്ചാട്ടത്തിലെത്തി. ഈ കാണുന്നതാണ് പാമ്പനാൽ വെള്ളച്ചാട്ടം. പാമ്പനാൽ വെള്ളച്ചാട്ടം നമുക്ക് വളരെ സൗകര്യപ്രദമായി നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. ഇതിൻ്റെ മധ്യഭാഗത്തായി നമുക്ക് നിൽക്കാനായിട്ട് ഒരു സ്റ്റാൻഡിങ് ഉണ്ട്. പാറയാണ്. പാറ നിന്നുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളവും താഴേക്ക് ഒഴുകി പോകുന്ന വെള്ളമൊക്കെ നമുക്ക് വളരെ മനോഹരമായി നിന്ന് അപകടം കൂടാതെ ആസ്വദിക്കാൻ സാധിക്കും. പാമ്പനാൽ വെള്ളച്ചാട്ടം ഏകദേശം 50 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് താഴേക്ക് ഒഴുകി പോകുന്നത്. താഴേക്കും ഒരു വെള്ളച്ചാട്ടമുണ്ട്. 2 സ്റ്റെപ്പായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഇരിക്കുന്നത്. ഈ വെള്ളച്ചാട്ടം കാണാനിരുന്നവരുടെ സുരക്ഷയ്ക്കായി ഗാർഡുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം സുരക്ഷയൊക്കെ നോക്കി വേണം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് കാഴ്ചകളൊക്കെ കാണാനൊക്കെ ആയിട്ട്. സ്വന്തം സുരക്ഷയൊക്കെ നോക്കണം. മഴക്കാലത്ത് വെള്ളച്ചാട്ടങ്ങളെല്ലാം അപകടങ്ങളാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ വെള്ളച്ചാട്ടം ഇരിക്കുന്നത്. ഇതൊരു റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിൻ്റെയൊക്കെ നടുഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ താഴേക്കുള്ള വെള്ളച്ചാട്ടമുണ്ട്. അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന അല്പം റിസ്ക്കാണ്. കാരണം അങ്ങോട്ട് ചെറിയ വഴിയൊക്കെ ഉള്ളൂ. മാത്രമല്ല വളരെ അപകടം നിറഞ്ഞതൊക്കെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ നടുഭാഗത്തുള്ള പാറയിൽ നിന്ന് കാഴ്ചകളൊക്കെ കാണുന്നതായിരിക്കും ഉത്തമം. ഇപ്പോൾ ഈ വെള്ളച്ചാട്ടം അത്യാവശ്യം അറിയപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ റീൽസ് എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനായിട്ടൊക്കെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിലേക്ക് വരുമ്പോൾ പരമാവധി ഒറ്റയ്ക്ക് വരാതെ കൂട്ടമൊക്കെ ആയിട്ട് വരാനൊക്കെ നോക്കുക. കാരണം വെള്ളച്ചാട്ടങ്ങളിലെ അപകടക്കണികളൊക്കെ നമ്മൾ മിക്കവാറും കാണാറുള്ളതാണല്ലോ. ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ 2ാമത്തെ സ്റ്റെപ്പ്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് മധ്യഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് താഴേട്ട് ഒഴുകി പോകുന്നതൊക്കെ വളരെ നന്നായിട്ട് കാണാം. ഇതിൻ്റെ സൈഡ് വഴി ചെറിയൊരു വഴിയുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് താഴേക്ക് ഒഴുകിപ്പോകുന്ന വെള്ളച്ചാട്ടത്തിനെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇതിൻ്റെ താഴേക്ക് ഇറങ്ങാനുള്ള വഴികളൊക്കെ ദുർഘടകം പിടിച്ചതാണ്. താഴേക്കൊന്നും ഇറങ്ങുന്നൊന്നും സേഫ് അല്ല. അതുകൊണ്ട് മുകളിൽ നിന്നൊക്കെ തന്നെ പരമാവധി കാഴ്ചകൾ കാണാൻ ശ്രമിക്കുക. മഴക്കാലമൊക്കെയാണ്, ഉരുൾപൊട്ടലിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഉരുൾപൊട്ടലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന വെള്ളത്തിൻ്റെ ഡബിളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവനവൻ്റെ സുരക്ഷിതത്വം അവനവനൊക്കെ തന്നെ നോക്കുക. വർഷങ്ങളായി പ്രദേശവാസികളുടെ അറിവിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു വെള്ളച്ചാട്ടമായിരുന്നു പാമ്പനാൽ വെള്ളച്ചാട്ടം. ഈ അടുത്ത കാലത്താണ് ഈ വെള്ളച്ചാട്ടം പ്രസിദ്ധമായത്. ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയും ഫേസ്ബുക്ക് റീൽസിലൂടെയും ഒക്കെ ഈ വെള്ളച്ചാട്ടം ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി വരുന്നിടം വരെ ഗുഡ് ബൈ.